بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا حبيب الله സ്നേഹമുള്ള സ്റ്റേജിലുള്ള പണ്ഡിതന്മാർ, അതുപോലെ ഇന്ന് നമ്മളോട് ക്ലാസ് അവതരിപ്പിച്ചു തരുന്ന റഫീഖ് മാഷ് അവർ, അതുപോലെ മഹലിൻ്റെ പ്രസിഡന്റ് തുടങ്ങിയ സുന്നി സംഘകുടുംബങ്ങളിൽപ്പെട്ട നേതാക്കളെ, പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, ഇവിടെ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ഇവിടെ വീക്ഷിക്കാൻ വേണ്ടിയാണ്, ശ്രമിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പല സമയത്തും പലപ്പോഴും നമ്മൾ പറയുന്നത് കൊണ്ട് കഴിഞ്ഞ താജുൽ ഉലമ അനുസ്മരണങ്ങളിൽ ധാരാളം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കാതെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങൾ, ഭാര്യ, മക്കള്, ബന്ധപ്പെട്ടവർ എല്ലാവരുടെ ശരീരം നരകത്തെ തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മാത്രം സ്വർഗത്തിലെത്തിയാൽ മതിയാവൂല, എൻ്റെ മക്കളും എൻ്റെ ഭാര്യമാർ, എൻ്റെ മാതാപിതാക്കളും കുടുംബങ്ങളും എല്ലാം സ്വർഗത്തിലേക്ക് എത്തണം. അതാ നിൽക്കുള്ള പ്രവർത്തനമായിരിക്കണം എൻ്റേതും നിങ്ങളുടെയും. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ഇവിടെ പറയുന്നത് കൊണ്ട്, അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് ഏൽപ്പിച്ചു തന്ന മക്കള്, ആ മക്കൾ നന്നായാൽ മാത്രമേ നമ്മൾക്ക് രണ്ടു വീട്ടിലും സലാമത്ത് കിട്ടുകയുള്ളൂ. മക്കൾ ചീത്തയായി പോയാൽ, മക്കൾ നശിച്ചു പോയാൽ അതിൻ്റെ ഫലം ദുനിയാവിൽ കിട്ടും മാത്രമല്ല ആഖിറത്തിലും അതിൻ്റെ കോട്ടങ്ങൾ സംഭവിക്കും. അപ്പൊ നമ്മളെ മക്കൾ കുട്ടിക്കാലത്ത് വളർന്നു വരുമ്പോൾ വീട്ടിൽ വെച്ച് ഉമ്മമാർ ആ കുട്ടിയോട് സംസാരിക്കുന്നതും മറ്റുള്ള പ്രവർത്തനത്തിലൂടെ, അതുകൂടെ വാപ്പമാരും കുടുംബത്തിൽപ്പെട്ട പലരും ആ വീട്ടില് ആ മക്കൾ നന്നാകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് വാപ്പയും ഉമ്മയുമാണ്. അവർ മകനെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുട്ടിയുടെ അദബിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളും നമ്മുടെ ശരീരം, അതുപോലെ കുടുംബത്തിന്റെ ശരീരം നരകത്തെ തൊട്ട് കാക്കണം എന്ന് പറയുമ്പോൾ കുറഞ്ഞ കാലയളവിൽ മാത്രമേ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയുള്ളൂ. എത്രയോ ആളുകൾ നമ്മൾ ഇന്ന് പെട്ടെന്ന് മറഞ്ഞു പോയവരുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ പലരും നമ്മൾ ഇന്ന് വിട്ടുപോയവരുണ്ട്. കുറഞ്ഞ കാലത്തിൽ ഇവിടെ ജീവിക്കുന്ന സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാകാം, വിഷമങ്ങൾ ഉണ്ടാകാം, ടെൻഷനുകൾ ഉണ്ടാകാം. എല്ലാം ഒരു ഭാഗത്ത് തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇക്കാലത്ത് ജീവിക്കുമ്പോ നമ്മൾ ഒരുപാട് അനാചാരങ്ങൾ ദിനേന കണ്ണുകൊണ്ട് കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാ സജീവങ്ങളും ഇന്ന് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഒരു തെറ്റിലേക്ക് വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകണമെന്നില്ല. സ്വന്തം വീട്ടിലിരുന്ന് വാതിലടിച്ചാൽ പല തെറ്റുകളും നമ്മൾ കണ്ണുകൊണ്ട് കാണാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. അതുപോലെ കേൾക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. തെറ്റിലേക്ക് നമ്മളെ മനസ്സ് ചാഞ്ഞു പോകാനുള്ള അവസരങ്ങൾ ഇന്നുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടായിട്ട് പോലും ഈ കാലഘട്ടത്ത് അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അവൻ നമ്മളോട് കൽപ്പിച്ച കാര്യം ജീവിതത്തിൽ പകർത്തുക എന്ന ഒരു കാര്യം സ്വന്തം മനസ്സുകൊണ്ട് ചിന്തിക്കാനും, അതേപോലെ എൻ്റെ മക്കളും എൻ്റെ കുടുംബങ്ങൾ നന്നാകണം എന്നൊരു ചുറ്റുപാടിലേക്ക് മാതാപിതാക്കളായ നിങ്ങൾ എത്തിയാൽ നമ്മളെ മക്കൾക്ക് ബുദ്ധിമുട്ട് വരാറില്ല. ഇന്ന് പല മക്കളെ കുറിച്ചും ബാപ്പമാർ പറയാറുള്ളത്, മക്കൾ ഇല്ലാത്തതിന്റെ പേരിൽ ദുഃഖിക്കുന്ന പലരുമുണ്ട്.
കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളം കാത്തു നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി ഇല്ലാത്തവർക്ക് ഹൈറായ സന്താനം അള്ളാഹു നൽകട്ടെ. അപ്പം ആ ആളുകൾ മക്കളെ കാത്തു നിൽക്കുന്നു. ഒരു കിടാവുണ്ടെങ്കിൽ സന്തോഷിക്കാമെന്ന് വാപ്പിയും ഉമ്മയും കാത്തു നിൽക്കാൻ. അതേ നിലക്ക് മക്കളുള്ളവർ പലരും മക്കൾ ഉണ്ടായിട്ട് പോലും ദുഃഖിക്കുന്നവരുണ്ട്, ദിനേന അവർക്ക് വരാത്തവരുണ്ട്. കാരണം ഉള്ള മക്കള് ചിലപ്പോ 3-4 ആൺമക്കൾ ഉണ്ടെങ്കിൽ ആ മക്കള് ചിലപ്പോ പഠിക്കുന്നതിന്റെ പഠനം നിർത്തി, ഒരു മക്കൾ കഞ്ചാവിന്റെ പിന്നാലെ, പിന്നൊന്ന് പെണ്ണിന്റെ പിന്നാലെ, ഇങ്ങനെ പോയി നശിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ദുഷ്പേര് ഈ വാപ്പ വീട്ടിലിരുന്ന് കേൾക്കുന്നു, ഉമ്മ കേൾക്കുന്നു, ദുഃഖത്തിലായി പോകുന്നുണ്ട്. കടന്നാൽ ഉറക്കം വരുന്നില്ല. എന്തേ കാരണം? നഷ്ടം, വലിയ നഷ്ടം സംഭവിച്ചതാണ്. എന്താ നഷ്ടം? ആ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചെന്തു? നമ്മളെ മക്കള് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇദാ മാത്തൽ ഇൻസാനു ഇൻകദ അമലു ഇല്ലാ മിൻ സലാത്ത് സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദൂഹു ലഹു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചു, മരിച്ചു കഴിഞ്ഞാൽ സദഖ അവനിക്ക് ബാക്കിയാണ്. അതുപോലെ പഠിച്ച ഇൽമ്, ഉപകാരപ്പെടുത്ത ഇൽമാണെങ്കിൽ അവർക്ക് അത് ബാക്കിയാണ്. അതുപോലെ ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാകണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കാൻ, ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാകണം. അപ്പൊ ഈ ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാകണമെങ്കിൽ ആദ്യമായി വാപ്പയായ നിങ്ങളും ഉമ്മമാരും വീട്ടിൽ വെച്ച് നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹലാലിന്റെ ഭക്ഷണം. അങ്ങനെ ഹലാലിന്റെ ഭക്ഷണം കഴിച്ച് കൂടുതൽ ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, മനസ്സ് ശുദ്ധിയാക്കി, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, അങ്ങനത്തെ ഒരു ലാഞ്ചന പോലും അവൾ മനസ്സിലില്ലാതെ ശുദ്ധിയുള്ള മനസ്സോട് കൂടെ വീട്ടിൽ മക്കളുമായി പെരുമാറുമ്പോ നമ്മളെ സ്വഭാവം കണ്ട്, നമ്മളെ പ്രവർത്തനം കണ്ട്, നമ്മളെ ഇബാദത്ത് കണ്ട് മക്കൾ വളർന്നു വരുന്നു. പിന്നെ ആ മക്കൾ നശിച്ചു പോകൂല. ബാപ്പമാറാകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ പള്ളിയിലേക്ക് വരുന്നു, ജമാഅത്തിന് വരുന്നു, ഹദ്ദാദിന് വരുന്നു. ഇതൊക്കെ ബാപ്പമാര് ചെയ്യുമ്പോ ഈ മക്കൾ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കാണുമ്പോ ബാപ്പാന്റെ കൂടെ ഒരു പ്രാവശ്യം വന്നില്ലെങ്കിൽ പിന്നെ ബാപ്പ പള്ളിക്ക് പോകുമ്പോ ബാപ്പാന്റെ കൂടെ വരും. അതേ ചെറിയ കുട്ടിക്കാലത്ത് ഉമ്മമാർ വീട്ടിൽ വെച്ച് തസ്ബീഹ് ചൊല്ലുമ്പോ, നിസ്കരിക്കുമ്പോ തസ്ബീഹ് മാലം മണികൾ ഇങ്ങനെ മറിച്ച് സ്വലാത്ത് ചൊല്ലുമ്പോ ചെറിയ മക്കൾ നമ്മൾ കാണാനില്ലേ? അവർ ചൊല്ലുന്നില്ലെങ്കിലും തസ്ബീഹ് മാല പിടിച്ചിട്ട് അതേ രൂപത്തെ ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങൾ മക്കളെ മുന്നിൽ വെച്ച് ഉമ്മമാർ ഈ കർമ്മം ചെയ്താൽ, ഈ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ രൂപത്തിൽ മക്കൾ വളരും. അതുപോലെ ആണുങ്ങളും ആ ബാപ്പമാരായ നിങ്ങൾ പള്ളിയുമായി ബന്ധപ്പെടുമ്പോ, ഖൈറാത്തുകളെ ബന്ധപ്പെടുമ്പോ, പള്ളിയിലേക്ക് വരുമ്പോഴും മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പിന്നാലെ മക്കൾ വരും. പിന്നെ ആ മക്കൾ നശിക്കാൻ കാരണമില്ല. അതേ നിലക്ക് ഉപ്പമാരായ നമ്മള്, ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നീ പള്ളിക്ക് പോകണം, നിസ്കരിക്കണം എന്ന് മക്കളോട് ആവർത്തിച്ച് പറയുന്നു എന്നല്ലാതെ നമ്മൾ പള്ളിക്ക് പോകാറില്ല. നമ്മൾ അങ്ങാടിയിലോ ബസ് സ്റ്റോപ്പിലോ ഇരുന്ന് നമ്മളെ സമയം നഷ്ടപ്പെട്ടു പോയാൽ ആ മക്കൾ വലുതായാൽ 15 വയസ്സായ ചോദിക്കും, മനസ്സുകൊണ്ട് ചോദിക്കും, ബാപ്പ പള്ളിക്ക് പോകാതെ എന്നോട് പള്ളിക്ക് പോകാൻ പറയുന്നുണ്ടല്ലോ, മജ്ലിസിലേക്ക് പോകാതെ എന്നോട് പറയുന്നുണ്ടല്ലോ എന്ന് മനസ്സുകൊണ്ട് പറയും. കുറച്ചും കയ്യും കാലും വലുതായാല് തിരിച്ചു തന്നെ ബാപ്പാന്റെ മുഖത്ത് നോക്കി പറയും, നിങ്ങൾ പോയിട്ടില്ലല്ലേ എന്ന് പറയും. അത് കേൾക്കുന്നതിന് പകരം നമ്മൾ ആദ്യമായി മക്കളോട് ഉപദേശിക്കുന്നതിന് മുമ്പ് നമ്മൾ പോയിട്ട് നമ്മൾ സ്വഭാവവും നമ്മൾ പ്രവർത്തനം നന്നാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ നന്നാക്കിയാൽ ഞാനും അതുപോലെ നമ്മളെ മക്കളും നമ്മളെ കുടുംബങ്ങൾ നന്നാകും. അതാണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, അദ്ദിബ് ഇബ്നക, നിന്റെ മകൻക്ക് നീ അദബ് പഠിപ്പിക്കണം. ഫഇന്നക മസ്ഊലുൻ അൻ വലദിക, നിന്റെ മകനെ കുറിച്ച് ചോദ്യം ചെയ്യും നാളെ. ആ മക്കൾക്ക് എന്താണ് മാദാ അദ്ദബ്തഹു വമാ അല്ലംതഹു, നീ എന്താണ് ഇൽമു പഠിപ്പിച്ചു കൊടുത്തത്, അതുപോലെ നീ എന്താണ് അദബ് പഠിപ്പിച്ചു കൊടുത്തത്. ഏറ്റവും വലിയ ജീവിതത്തിൽ മക്കൾ നന്നാകാനുള്ള ഒരു കാരണമാണ് അദബ് എന്നുള്ളത്, മര്യാദ എന്നുള്ളത്. വലിയവരെ കാണുമ്പോൾ ബഹുമാനിക്കുക, അലിമീങ്ങളെ കാണുമ്പോൾ ബഹുമാനിക്കുക. ഈ ഒരു ബഹുമാനം നമ്മുടെ മനസ്സിലുണ്ടായാൽ ആ കിടാവ് നശിച്ചു പോകില്ല. അതേ നിലക്ക് ഇന്നത്തെ കാലം പറയേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം ക്ലാസ്സിൽ വരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ഓങ്ങി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലക്ക് മക്കളെ വളർത്തി വന്നാൽ ആ മക്കളെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യുമെന്ന് സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വഇന്നഹു മസ്ഊലുൻ അൻ ബിർരിക വദഅതിഹി ലക, ആ കിടാവിനെ കുറിച്ച് ചോദ്യം ചെയ്യും, നീ ബാപ്പാക്ക് എന്ത് ഖിദ്മ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം ഇവിടെ പറഞ്ഞത് വാപ്പയോടാണ് ചോദിക്കുന്നത്, ആ കുട്ടിക്ക് ഇൽമു പഠിപ്പിച്ചിട്ടുണ്ടോ, അദബ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യും.
പിന്നെ രണ്ടാമത് ആ കുട്ടിയോടാണ് ചോദിക്കുന്നത്, വാപ്പാക്ക് നീ ഗുണം ചെയ്തിട്ടുണ്ടോ, വാപ്പ ചെന്നോല് കേട്ടിട്ടുണ്ടോ, ഉമ്മ ചെന്നോല് കേട്ടിട്ടുണ്ടോ, പിന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമായി വാപ്പയോട് ചോദിക്കുമ്പോ വാപ്പാന്റെ വാപ്പാന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം. അതുകൊണ്ട് ഞതിരിപ്പിക്കല്ല, ആ നിലക്ക് നമ്മൾ ജീവിച്ചാൽ നമ്മൾ നന്നാകും, മക്കൾ നന്നാകും. വീട്ടിലെപ്പോഴും പരസ്പര സ്നേഹത്തോടെയും സന്തോഷത്തോടും ജീവിക്കുക. അള്ളാഹു ഇതിനെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നല്ല മക്കളായി നമ്മൾ ശുദ്ധിയായി, നമ്മൾ കുടുംബങ്ങൾ ശുദ്ധിയായി ഈ കുറഞ്ഞ കാലം ജീവിക്കുമ്പോ നരകത്തിൽ തൊട്ട് സൂക്ഷിക്കാൻ നമ്മൾക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി, കാഴ്ച എല്ലാം തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് സ്വന്തം നന്നായി മറ്റുള്ളവർ നന്നാക്കാനുള്ള സമയം കാണണം എന്ന് മാത്രം പറഞ്ഞ് അല്ലാഹു തആല നമ്മുടെ ഈ കൂടലും പിരിയിലൊക്കെ സന്തോഷകരമായി ആഖിറത്തിൽ ഉപകാരമുള്ള അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ വന്ന നമ്മുടെ ഭാഷകൾക്ക് പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് ഖൈറാത്തുകളിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ നാമം ഈ പുണ്യമുള്ള മജ്ലിസ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അതോടുകൂടെ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച മഹാനായ സുൽത്താൻ ആരിഫിൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ പേരിൽ നമ്മൾ ഇവിടെ റാത്തീബ് നടക്കുന്നുണ്ട്. ഒരു ആണും വിട്ടുപോകാതെ എല്ലാ ആണുങ്ങളും മക്കളും വന്ന് ഇവിടെ പള്ളിയിൽ കാണണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ നമ്മൾ ആരംഭിക്കും. അവിടുത്തെ മധുവൊന്നും ഇപ്പോൾ പറയാനുള്ള സമയമില്ല, മറ്റുള്ള സമയത്ത് പറയാം. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.